നമസ്കാരം. ഞാൻ ബിജു മാനുവൽ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് വെച്ച് ക്ലബ് 5 ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഈ നാടകം നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നാടകം അവതരിപ്പിക്കുന്നത് എസ് എൽ പുരം രംഗപേരി എന്ന ടീമാണ്. ബിജു പാലക്കൻ നമ്മുടെ പ്രൊഡ്യൂസറായിട്ടുള്ള നല്ല നാടകങ്ങൾ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എസ് എൽ പുരം രംഗപേരിയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും നമ്മൾ അവതരിപ്പിക്കുന്ന ബാനർ കൈരളി വിജ്ഞാന കേന്ദ്രം പബ്ലിക് ലൈബ്രറി പുറക്കച്ചിറയ്ക്ക് വേണ്ടി നമ്മൾ എസ് എൽ പുരം രംഗപേരി നമ്മുടെ ശ്രീകാപുരത്തുള്ള കലാകാരന്മാരുടെ സംഘം ബിജു പാലക്കൻ നേതൃത്വം കൊടുക്കുന്ന സംഘമാണ്. എസ് എൽ പുരം രംഗപേരിയാണ് ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ കളിക്കുന്ന നാടകം റിയാന്റെ കിണറുകൾ എന്നാണ് നാടകത്തിന്റെ പേര്. ഇത് നമുക്കൊരു ആഗോള പ്രശ്നം നമ്മൾ പറയുകയാണ്. ജലമാണ് നമ്മുടെ വിഷയം. അതോടുകൂടി തന്നെ ലോകത്തിൽ നമുക്കിപ്പോൾ മന്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന നന്മ, ആ നന്മ ഒരിക്കലും അപ്രത്യക്ഷമായിട്ടില്ല. ലോകത്തിൽ ഇപ്പോഴും വൻകരകൾ താണ്ടി ആ സ്നേഹം എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനായിട്ട്, ഒരു ആഗോള പ്രതിഭാസമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ അവർ വളരെ കോൺഫിഡൻസിലാണ്. അവർ നന്നായിട്ട് അവർ പെർഫോം ചെയ്യുമെന്നുള്ളത് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അപ്പം അവർക്ക് ഏറ്റവും മികച്ച പ്രകടനം അവർക്ക് എടുക്കാനുള്ള ആശംസകളും. പിന്നെ ഈ നാടകം പുരസ്കാരങ്ങൾ നേടുക എന്നതിന് അപ്പുറം ഇത് മനുഷ്യന്, കാണുന്നവർക്ക്, പ്രേക്ഷകർക്കൊരു വലിയ ഒരു സന്ദേശം ആയിട്ട് മാറട്ടെ. ഇവരുടെ പ്രകടനം എല്ലാവരും ശ്രദ്ധിക്കപ്പെടട്ടെ. എൻ്റെ ടീമിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം. പേര് ജോമോൻ എന്നാണ്. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ശ്രീകാപുരം എസ് എൽ പുരം രംഗപേരി എന്ന് പറയുന്ന ടീമിൽപ്പെട്ട ആളാണ്. ഞങ്ങളിവിടെ പാലക്കാട് ഇങ്ങനെയൊരു നാടകോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ജോമൻ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചത്, ജോമൻ ചേട്ടൻ നാടകോത്സവത്തിൽ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്? നാടകോത്സവത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ എസ് എൽ പുരം രംഗപേരിയുടെ ബാനറിൽ ഞങ്ങൾ കുറച്ച് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ നാടകത്തിന് കുറച്ച് സമയം കിട്ടിയുള്ളൂ. എന്നാലും പരമാവധി ഞങ്ങൾ റിഹേഴ്സൽ മാക്സിമം ചെയ്യാവുന്നിടത്തോളം സമയം എടുത്ത് ചെയ്തിട്ടുണ്ട്. നല്ലവണ്ണം പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ്. അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഡയറക്ടർ ബിജു മാനുവലാണ്. പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ഇതിന്റെ എല്ലാം പ്രൊഡ്യൂസറായിട്ട് ബിജു പാലക്കൽ എന്ന ആളാണ്. അദ്ദേഹത്തിന് അവരുടെ ഫാദർ മരിച്ച അസൗകര്യം കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹം ഇതിനകത്ത് റോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാളെ എത്തിച്ചിട്ടാണ് കണ്ടന്റ്. ഞങ്ങൾ ജലക്ഷാമത്തെ പറ്റിയും, ഒരു കൊച്ചു പയ്യൻ, ആഫ്രിക്കയാണ് സ്ഥലം, അപ്പോൾ അവിടുത്തെ ജലക്ഷാമത്തെ പറ്റി ഒരു പയ്യൻ എടുത്ത ഒരു മുൻകരുതലും അത് നടപ്പാക്കിയതിലുള്ള ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കണ്ടന്റായിട്ട് വരുന്നത്. ഒരുപാട് സന്തോഷം.